ഗൾഫ് രാജ്യങ്ങളെ അമേരിക്ക ചതിച്ചോ എന്നൊരു സംശയം. കാരണം ഇന്നലെ ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചല്ലോ. ഒരു 10 പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 10 പോയിന്റ് മുന്നോട്ട് വെച്ചു. ട്രംപ് അതിന് ഓക്കെയാണ് എന്ന് പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ ഈ യുദ്ധം മുതലെടുത്തിട്ട് ഹോർമുസ് ആരുടെയല്ല ആയിരുന്നു, അതിൻ്റെ മേലെ ഒരു ആധിപത്യം ഇറാൻ കൊണ്ടുവന്നിട്ട് ഇറാൻ പാർലമെൻറ്റിൽ ഒരു നിയമം കൊണ്ടുവന്നു. അതിലെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഏതാണ്ട് 18 കോടി രൂപ ചുങ്കം ചുമത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക പറയുന്നു ഈ 10 പരിപാടിയിൽ അതുകൊണ്ട് ഹോർമുസിൻ്റെ നിയന്ത്രണം ഇറാൻ ആയിരിക്കും എന്ന് അമേരിക്ക സമ്മതിച്ചിരിക്കുന്നു. അമേരിക്ക ഒരു വീതം കിട്ടിയാൽ മതി, അമേരിക്കൻ കപ്പലൊന്നും അതിലെ പോകുന്നത് അപ്പോൾ വഴിയെ ഒരു കൊള്ളക്കാരൻ കൊള്ളയടിക്കുന്നു, അതിൻ്റെ ഒരു പങ്ക് അമേരിക്ക കൊടുക്കുന്നു. അപ്പോൾ അതിലെ പോകുന്ന ഇന്ത്യ അടക്കം, ചൈന അടക്കം, പാകിസ്ഥാൻ അടക്കം നാറ്റോ രാജ്യങ്ങളിൽ പലരുടെയും കപ്പലുകൾ പോകുന്നുണ്ട്. നാറ്റോയ്ക്കെതിരാണ് മൂപ്പർ. അപ്പോൾ അവിടുന്ന് ചുങ്കം മേടിക്കാൻ സംഭവിച്ചിരിക്കുന്നു. അത് നോക്കുമ്പോൾ ഇറാൻ ഫേവറബിളാണ്. പക്ഷേ ഈ 10 കാര്യങ്ങളിൽ ഏറ്റവും ഭീകരമായി എനിക്ക് തോന്നി ഇറാൻ്റെ ഒരു കണ്ടീഷനുണ്ട്. മേഖലയിൽ നിന്നും US സേനാ വിന്യാസം മാറ്റണം എന്ന് പറഞ്ഞാൽ, മേഖല എന്ന് പറഞ്ഞാൽ ഗൾഫ് റീജിയൻ, ഖത്തർ, സൗദി അറേബ്യ, UAE അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട്. അത് പിന്മാറണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടാൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് ഭാവി ഇറാൻ്റെ മെഴ്സിയിലായിരിക്കും, അല്ലേ? അപ്പം ഹോർമുസിൻ്റെ കാര്യത്തിൽ ട്രംപ് പറയുന്നത് കൊള്ളാം, നല്ല സംഭവമാണ് ഈ കരാറിലെ എന്ന് പറയുന്നു. അതും മാത്രമായിട്ട് കരാർ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും ഇറാൻ വെച്ച കാര്യങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ എക്കാലത്തെയും വെൽവിഷേഴ്സ് ആയിരുന്ന ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളെ അമേരിക്ക ചതിച്ചു എന്ന് കരുതേണ്ടി വരും. സാർ വേറെ കണ്ടോ കണ്ടീഷൻസൊക്കെ? നോ അഗ്രഷൻ, ഓക്കെ, നമുക്ക് സമ്മതിക്കാം. യുറേനിയം എൻറിച്ച്മെന്റ് തുടരാൻ സമ്മതിക്കണം. കളി മുഴുവൻ ഇരിക്കണം. അതിന്റെ പേരിലാണ് യുദ്ധം തുടങ്ങിയത്. അത് സമ്മതിച്ചാൽ എന്തിനാണ് യുദ്ധം ചെയ്തത്? അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ചാൽ അവർ നാളെ ആറ്റം ബോംബ് ഉണ്ടാക്കും. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാൻ, ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് തടയാൻ എന്നും പറഞ്ഞാണ് അമേരിക്ക യുദ്ധം തുടങ്ങിയത്. ഇതിപ്പോ ഈ യുദ്ധം അതൊരിപ്പോൾ വെടിനിർത്തലാണ്, 2 ആഴ്ചത്തെ വെടിനിർത്തലാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, അല്ലേ? ഐ വിൽ ബോംബ് ദം ടു ബാക്ക് ടു ദി സ്റ്റോൺ ഏജ് എന്നൊക്കെയാണ്. ടോട്ടൽ സിവിലൈസേഷൻ നശിപ്പിക്കും, ഇറാൻ ജനതയെ നശിപ്പിക്കും എന്ന് പറഞ്ഞു ചൊവ്വാഴ്ച. അതെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിന് വേറൊരു പ്രശ്നമുണ്ട് ട്രംപിൻ്റെ. പണ്ട് പാകിസ്ഥാനിൽ ഒരു മുഖ്യ പട്ടാള ഭരണ മേധാവി ഉണ്ടായിരുന്നു, സിയാഉൽ ഹക്ക്. ഓർമ്മയില്ലേ? അയാളുടെ ഡെസിഗ്നേഷൻ ഭരണം പിടിച്ചെടുത്ത സുൽഫിക്കർ അലി ഭൂട്ടോ തന്നെ പുറത്താക്കിയിട്ട് അന്ന് അയാൾ അധികാരത്തിൽ വന്നപ്പോൾ അയാൾ സ്വയം ഡെസ്റ്റിനേഷൻ കൊടുത്തത് ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. മുഖ്യ പട്ടാള ഭരണ മേധാവി. അത് ശരി, ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ, CMLA. അപ്പോൾ അയാൾ പറഞ്ഞു സംഗതിയൊക്കെ നോർമലായിട്ട് ഞാൻ തെരഞ്ഞെടുപ്പ് നടത്താം, തെരഞ്ഞെടുപ്പ് 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് 2 മാസം കഴിയുമ്പോൾ ഉണ്ടാവും എന്ന് പറയും. ഇതിങ്ങനെ പോയി കുറേ നേരം കഴിഞ്ഞ് ആരോ ഒരു പത്രക്കാരൻ ചോദിച്ചാൽ, അല്ല അങ്ങ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നല്ലോ 2 മാസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ മാസമല്ലേ? ശരി, ഫ്രഷായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പുതുതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ വന്ന് ഇയാളെ പറയണതിന് മുഴുവൻ ഒരു വാക്കിനും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാണ്ട്. അപ്പോൾ തന്നെ ഇയാളെ വിളിക്കണമെന്ന് വെച്ചാൽ അദ്ദേഹം ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ മൈ ലാസ്റ്റ് അനൗൺസ്മെന്റ്. ഞാൻ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച ആ സ്റ്റേറ്റ്മെന്റ് അത് ക്യാൻസൽ ചെയ്തത്. ക്യാൻസൽ മൈ ലാസ്റ്റ് അനൗൺസ്മെന്റ്. ഇപ്പൊ ട്രംപിനെയും ആൾക്കാർ CMLA എന്ന് വിളിച്ചു തുടങ്ങി. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ട്രംപിനെതിരെ വൻ ആക്രമണം നടക്കുന്നുണ്ട്. ഈ ഹാർഡ് കോർ അമേരിക്കൻസ് അവർ ടാക്കോസ് എന്നാണ് പറയണത്. അതെന്ന് പറഞ്ഞാൽ TACOS. TACO പറഞ്ഞാൽ, ടാക്കോ എന്ന് പറഞ്ഞാൽ ഒരു മെക്സിക്കൻ ഭക്ഷണമാണ്. അവിടുത്തെ ഒരു വലിയ ഡെലിക്കസി. എനിക്കറിയാമല്ലോ, ഞാൻ ഫോട്ടോ കണ്ടിട്ടേ ഉള്ളൂ, മാസികകളൊക്കെ മറിച്ച് നോക്കുമ്പോൾ കാണും. അപ്പോൾ അതിൽ ഈ ടാക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നാണ് അർത്ഥം. ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ചിക്കൻസ് ഔട്ട് അറിയില്ല, ഭയപ്പെട്ട് പിന്മാറുക. ഇയാൾക്ക് അവസാന നിമിഷം ഭയപ്പെട്ട് പിന്മാറിയിരിക്കുകയാണ്. ട്രംപിന് എന്തോ പേടി തട്ടിയിട്ടുണ്ട്. അതാണ് ഇതിനൊക്കെ അഗ്രിമെന്റ് ഒപ്പിട്ട്. ഇപ്പൊ സുനിൽ പറഞ്ഞ പോലെ ഈ യുറേനിയം എൻറിച്ച്മെന്റിന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ എന്താ വേണ്ടത്? പിന്നെ അല്ല, അപ്പോൾ വേറെ പ്രശ്നമുണ്ട് സാർ. അല്ല, ആ പ്രശ്നം ഞാൻ പറയാം. പിന്നെയുള്ളത് ബാക്കിയുടെ നോക്കൂ സാർ.
ഉപരോധങ്ങളെല്ലാം മാറ്റും. ഇറാൻ അനുകൂലമാണ്. ഐക്യരാഷ്ട്ര സുരക്ഷാ സെക്യൂരിറ്റി കൗൺസിലും ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയും ഇറാനെതിരെ പാസാക്കിയ പ്രമേയങ്ങൾ പിൻവലിക്കും. പിന്നെ ഇങ്ങനത്തെ കണ്ടീഷനാണ്. ഈ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പാസ്സാക്കിയ എംബാർഗോ പ്രകാരം ഇറാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല, എൻറിച്ച്മെന്റോ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അതും ക്യാൻസൽ ചെയ്തു. CMLA. എന്തിനാണ് സാർ യുദ്ധം ചെയ്തത്? നേരത്തെ പറഞ്ഞ പോലെ ക്രിപ്റ്റോ കറൻസിയിൽ പന്തയം വെച്ചിട്ടാണോ? ഇല്ലിപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പണ്ടൊരു വിഖ്യാത നോവൽ ഉണ്ടായിരുന്നു, ഈ എന്താ അതിന്റെ പേര്, ഗോൺ വിത്ത് ദ വിൻഡ് എന്ന് പറഞ്ഞു. കേട്ടോ? സിനിമയ്ക്ക് വലിയ ഫേമസ് സിനിമ, മാർഗരറ്റ് മിഷേൽ എഴുതിയിട്ടുള്ള നോവൽ. അപ്പൊ അതിനകത്ത് ഹീറോയുടെ പേര് റെഡ് ബട്ട്ലർ എന്നാണ്. ഒരു ക്യാപ്റ്റൻ റെഡ് ബട്ട്ലർ ആർമിയിലായിരുന്നു. പിന്നെ മൂപ്പര് ആർമിയിൽ നിന്നുള്ള ജോലി രാജിവെച്ച് യുദ്ധം ചെയ്യുന്ന ആൾക്കാർക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്റ്റ് എടുത്തു തുടങ്ങി മൂപ്പര്. അപ്പോൾ അതിൽ ഹീറോയിൻ വലിയ ഫേമസ് ആണ്, സ്കാർലെറ്റ് ഒഹാര. അതിസുന്ദരിയായ ഒരു യുവതിയാണ്. അപ്പോൾ ഈ സ്കാർലെറ്റ് ഒഹാരയ്ക്ക് ഇയാളോട് പ്രേമമുണ്ട്. ഇയാൾക്കും പ്രേമമുണ്ട്. പക്ഷേ ഇയാളൊരു റഫ് ക്യാരക്ടറാണ്, അധികം കാണിക്കില്ല എന്ന് മാത്രം. ഒരു ആർമി ക്യാപ്റ്റൻ എങ്ങനെ പെരുമാറുന്ന ആ രീതിയിലേ ഇവർ പെരുമാറുള്ളൂ. അപ്പോൾ ഇയാൾ ഈ രണ്ട് അമേരിക്കൻ സിവിൽ വാറാണ് അതിൽ പ്രശ്നം. അപ്പോൾ ഇയാളെ രണ്ട് കൂട്ടർക്ക് ആയുധവും മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. റെഡ് ബട്ട്ലർക്ക് ബിസിനസ്സാണ്, രണ്ട് കൂട്ടർക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കാർലെറ്റ് ഒഹാര ചോദിച്ചു, നിങ്ങൾ എന്ത് തരം ആളാ? നിങ്ങൾ ഒരു ഇതിൽ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു, ആ ജോലി രാജിവെച്ച് വന്നിട്ട് ഇപ്പോൾ ഈ യുദ്ധം ചെയ്യണ രണ്ട് കൂട്ടർക്കും നിങ്ങൾ ആയുധങ്ങൾ കൊടുക്കുക, ഇതെന്താ കാര്യം? ആയുധങ്ങളല്ല, മെറ്റീരിയൽസ്, കെട്ടിടങ്ങൾ പണിയാനായിട്ടുള്ളതൊക്കെ. അപ്പോഴാ റെഡ് ബട്ട്ലർ സ്കാർലെറ്റ് ഒഹാരയുടെ അടുത്ത് പറയണം, ഓ മൈ സ്വീറ്റ് ഹാർട്ട്, ഈ യുദ്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. യുദ്ധം നശിപ്പിക്കാനും നമുക്ക് ബിസിനസ് കൊടുക്കാം, കെട്ടിപ്പടുക്കാനും നശിപ്പിക്കാം. കാരണം നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിടം വീട് പുനർനിർമ്മിക്കണം. അതെ, അപ്പോൾ അതിന് പൈസ വേണം, അതിൽ നിന്നും പൈസ ഉണ്ടാക്കാം. ഇപ്പോൾ ട്രംപിന് എന്താ പ്രത്യേകത എന്താ പറയുക, ഇപ്പോൾ ഈ ശനിയാഴ്ച ട്രംപിൻ്റെ ടീം പാകിസ്ഥാനിൽ പോവുക. JD വാൻസൺ വൈസ് പ്രസിഡന്റും അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന ട്രംപിൻ്റെ മരുമോൻ ജാറേഡ് കൃഷ്ണർ എന്ന് പറഞ്ഞ ആളാണ്. ഈ കൃഷ്ണർ എന്ന് പറഞ്ഞാൽ അയാളുടെ കൃഷ്ണർ കമ്പനിയുടെ ഉടമസ്ഥനാണ്. അവർക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയാണ്. ഇറാനിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള കെട്ടിടങ്ങളും അതുപോലെയുള്ള എല്ലാത്തിൻ്റെ കോൺട്രാക്റ്റ് അയക്ക് കിട്ടും. ഇസ്രായേലിലും കിട്ടും, ഇസ്രായേലിന്റെയും കിട്ടും, ഗാസയുടെയും കിട്ടും, എല്ലാം കിട്ടും. ഇപ്പം സൗദി അറേബ്യയുടെ കെട്ടിടങ്ങളുടെ ചോദിക്കുകയേ വേണ്ട. കാരണം എത്രയോ $1 ട്രില്യൺ സൗദി അറേബ്യ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പോൾ അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ മരുമകന് അവർ ഈ ബിസിനസ് കൊടുക്കാതിരിക്കില്ല. അത്രേ ഉള്ളൂ കാര്യം. ഇത് എത്ര നാൾ പോകുമെന്ന് ചോദിക്കരുത് ദയവേത്. കാരണം ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ ട്രംപ് നമുക്ക് ഇന്ത്യക്കെതിരെ എന്താ പറയുന്നത്, ഈ താരിഫ് കൂട്ടി 50% അതിന് 100% ആവുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇവിടെ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി അതൊക്കെ ഇഗ്നോർ ചെയ്ത് കേട്ട ഭാവം കൂടി അവസാനം ഇപ്പൊ താഴെ വന്ന് ഇപ്പൊ 20%, 10% ഒക്കെ ആയിട്ട് വന്നില്ലേ. അപ്പൊ അതേപോലെ ആയിരിക്കും ട്രംപ് നാളെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ട്രംപിന്റെ ഈ വെടിനിർത്തൽ കരാറിൻ ഇറാനുമായിട്ടുണ്ടാക്കിയ ഈ കണ്ടീഷൻ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്, നെതന്യാഹു. കാരണം അതിനകത്ത് അടുത്ത കണ്ടീഷൻ എന്നറിയോ, ലെബനോണിൽ യുദ്ധം നിർത്തണം എന്ന് പറയുക. ഈ കരാറ് പ്രഖ്യാപിച്ച ഉടനെ ഇസ്രായേൽ വിമാനങ്ങൾ പോയി ലെബനോൺ അങ്ങ് നേരപ്പാക്കി 250 പേര് മരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ട്രംപ് അതിനെ കുറിച്ചിട്ട്? പറയാൻ വയ്യ. അപ്പൊ ഈ കരാറിന്റെ കണ്ടീഷൻ ഒന്ന് ലെബനോൺ യുദ്ധം നിർത്തണമെന്നാണ്. പിന്നെ ഇപ്പൊ തന്നെ നിർത്തിയേക്കാതെ ഇസ്രായേൽ വിമാനങ്ങൾ പോയി ലെബനോൺ അങ്ങ് അടിച്ചു. അപ്പൊ ട്രംപിനിട്ടുള്ളൊരു പണിയാണെന്ന് തോന്നുന്നു. സംശയമില്ല. കാരണം എത്ര വലിയ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും സുനിൽ, ഇസ്രായേൽ പ്രധാനമന്ത്രിനെ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെയും ഭയപ്പെടാതിരിക്കില്ല അവർ. കാരണം അവരത്രമാത്രം ബുദ്ധിമാന്മാരാണ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ, ട്രംപിന് ഈ 1971 6 ഡേ വാർ ഇസ്രായേൽ ഒറ്റയ്ക്ക് 6 രാഷ്ട്രങ്ങളെ തോൽപ്പിച്ചു, നിഷ്പ്രയാസം തോൽപ്പിച്ചു. അവരുടെ വിമാനങ്ങൾ പറന്നു വരുന്നതിന് മുമ്പ് ഇസ്രായേൽ അവരെ അടിച്ചു തകർന്നു. ഒരൊറ്റ വിമാനം, ഈജിപ്തിന് അഡ്വാൻസ്ഡ് വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ കൊടുത്ത വിമാനം, ഒന്നും പറന്നു പോകാൻ പറ്റില്ല. അതിനു മുമ്പ് 600ഓളം വിമാനങ്ങളാണ് അന്ന് ഇസ്രായേൽ ഇവരുടെ നശിപ്പിച്ചത്, ഈജിപ്തിൻ്റെ. ഇതെല്ലാം കഴിഞ്ഞ് സമാധാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ
ഈ പ്രധാനമന്ത്രി ഗോൾഡ മേയറെ കണ്ടപ്പോൾ ചോദിച്ചു അത്രേ, മാഡം പ്രൈം മിനിസ്റ്റർ, നിങ്ങളുടെ ഒരു ജനറലിനെ എനിക്ക് തരാമോ? ഒരു ജനറലിനെ. കാരണം അയാൾ അന്ന് അവിടെ വിയറ്റ്നാമിൽ പെട്ട് കിടക്കുക. അതെ അതെ, അതുകൊണ്ട് 20 വർഷം കണ്ടിട്ട് യുദ്ധം 19 വർഷവും കുറച്ച് ഏതാനും മാസങ്ങൾ യുദ്ധം ചെയ്തു. അവിടെ നിന്നേക്ക് ഒന്ന് ഊരി പോരണമെന്ന് പറ്റണല്ലേ. അപ്പം അവിടെ ഏതെങ്കിലും കാരണം വിയറ്റ്നാമിൽ ഗറില്ല വാർഫെയർ തുടങ്ങി അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഗോൾഡ മേയർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ജനറലിനെ വേണമല്ലേ, ഓക്കെ, എൻ്റെ ഒരു ജനറലിനെ നിങ്ങൾക്ക് തരാം, പകരം എനിക്ക് നിങ്ങളുടെ 3 ജനറൽമാരെ വേണമെന്ന്. ആരൊക്കെയാണ് വേണ്ടത്? ഞാൻ ഇപ്പം തന്നെ തരാമെന്നു. ജനറൽ മോട്ടോഴ്സ്, ജനറൽ ഇലക്ട്രിക്കൽസ്, ജനറൽ എയ്റോഡൈനാമിക്സ്, അത് 3 കമ്പനി, ഇത് മാത്രം മതി പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഇല്ല. അപ്പോൾ അതേപോലെ ഇതിനകത്ത് കുറേ കൗതുകകരമായ കാര്യമുണ്ട്. ഇത് എത്ര നാൾ മുന്നോട്ട് പോകും? ഇസ്രായേലിനെ അവർ ഹർട്ട് ചെയ്യില്ല. എന്തുമാത്രം ഉണ്ടെങ്കിലും ഇസ്രായേലിനെ അവർ ഹർട്ട് ചെയ്യില്ല അമേരിക്ക. ഇസ്രായേൽ ലോബി ഈസ് വെരി പവർഫുൾ. അതില്ല, ഈ കരാർ പ്രഖ്യാപിച്ച് കരാറിലെ വ്യവസ്ഥ ഇതായിരിക്കെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ കയറി ലെബനോൺ അടിച്ചു. അപ്പൊ കരാർ പൊളിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ലക്ഷ്യമാണ്. പിന്നെ കാരണം ഇസ്രായേലിന് മനസമാധാനത്തോടുകൂടി വീണ്ടും യുറേനിയം എൻറിച്ച്മെന്റ് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇറാനിലെ മുള്ളമാര് നടക്കുന്നത് 24 മണിക്കൂറും. അപ്പൊ അവർ സമ്മതിക്കുമോ? ഇസ്രായേലിന് എന്താ മനസമാധാനം ഉണ്ടാവുമോ? ഇവർ യുറേനിയം വെച്ചിട്ട് ബോംബ് ഉണ്ടാക്കില്ല എന്ന് എന്തുറപ്പുണ്ട്? എനിക്ക് തോന്നുന്നു വലിയ ഒരുപാട് കളി കളിച്ചാൽ ഇസ്രായേൽ കയറി അമേരിക്കയിൽ അടിക്കുന്നു. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കണ്ടല്ലോ ജനറലെ ചോദിച്ച കഥ. ഇതൊക്കെയാണ് കുമാർ ചെല്ലപ്പൻ സാറിൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് വലിച്ച് പുറത്തിട്ട് പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കേണ്ടത്. ആ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുമാർ ചെല്ലപ്പൻ സാറിനെ കേൾക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കണം. പ്ലീസ്.